ഹലോ കമ്മീഷൻ സാർ. ഞാൻ ലേറ്റായോ? ഇല്ല സാർ ബ്ലാക്ക് ആയിട്ട് മതി എന്ന് പറഞ്ഞോണ്ടാ ഇവിടെ. അതെ, ബ്രേക്കാ സേഫ്. അയ്യർ എന്ത് പറയുന്നു? അയ്യർ സാർ ഹാപ്പിയാ. സാർ ആ ഡീലിനിടയിൽ വന്ന് കയറിയില്ലായിരുന്നെങ്കിൽ ഈ പ്രൊജക്റ്റേ നടക്കില്ലായിരുന്നു. ഓക്കെ, സീ യു അഗൈൻ. ഓക്കെ. നന്ദേട്ടോ, ഇന്നലെ വരെ സ്വപ്നം കണ്ടതെല്ലാം വെറുതെ ആയിപ്പോയി. ആ അയ്യർക്ക് വേണ്ടി കിരണ അവനെ സെറ്റ് ചെയ്ത് കൊടുത്ത്. ഏയ്, അവനൊന്നുമല്ല. ഇതിനിടയിൽ കളിച്ചത് ആ കമ്മീഷണറാ, സാജൻ. പിന്നെ ആ മാധവൻ തമ്പിയും. സാജനും നിന്റെ പ്രതാപനും വലിയ കൂട്ടായിരുന്നല്ലോ. ഇപ്പൊ എന്തായി? ഞാൻ അന്നേ പറഞ്ഞ അവൻ വലിയ ക്യാഷിന്റെ ആളാണെന്ന്. എന്താ രണ്ടുപേരും കൂടി ഇരുന്ന് ദുഃഖം പങ്കിടുകയാണല്ലോ. അല്ലാതെ പിന്നെ ആ പന്ന കമ്മീഷണർ കൊണ്ടുപോയില്ലേ എല്ലാം. നമ്മുടെ വീതമാണ് ആ നാര് കൈപ്പറ്റിയത്. അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. പിന്നെ 10 CR ആ കമ്മീഷണറുടെ വിഹിതം. മൈ ഗോഡ്. പ്രതാപ് സാറേ, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. അതെ, നമ്മുടെ കൂടെ നിന്നിട്ട് അയാൾ അധികമായി പണം വന്നു ചേരുമ്പോൾ ആർക്കും ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ നമ്മൾ പറഞ്ഞുറപ്പിച്ച ഡീൽ നടക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വരേണ്ടത് 10 CR മുകളിലാവും. ആ കമ്മീഷണറെ പൂട്ടണം. അതിനുവേണ്ടി നിങ്ങൾ ആരും ഉറക്കഴിക്കേണ്ട ആവശ്യമില്ല. അത് അവൻ നോക്കിക്കോളൂ. ഈ സീൻ തുടങ്ങി വെച്ചത് അവനാണ്, മഹീന്ദ്രൻ. കിരൺ, കാര്യങ്ങളൊക്കെ ഡീലാക്കിയില്ലേ? ഡീലാക്കാതെ പറ്റില്ലല്ലോ. അയ്യൊരാവശ്യം പറഞ്ഞാൽ തമ്പി സാറിന് ചെയ്യാതിരിക്കാൻ പറ്റും. തമ്പി മാത്രമല്ലല്ലോ സഹായിച്ചത്. ഇത് കമ്മീഷണർ സാജന്റെ ബുദ്ധിയല്ലേ? നിന്റെ ഈ ചിരിക്കുള്ള മറുപടി മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ ചെവിയിലെത്തും. എന്റെ റേഞ്ചിൽ കയറിയുള്ള ആദ്യത്തെയും അവസാനത്തെയും ഡീലാണെന്ന് നിന്റെ സാറന്മാരോടൊന്ന് പറഞ്ഞേക്ക്. ബാലു. മാഡം, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അച്ഛൻ വന്ന പറഞ്ഞേക്ക്. ഡോർ അടയ്ക്കാൻ മറക്കണം. ശരി. ദേ, സാറ് വന്നല്ലോ. അല്ല, നീ ഇതെങ്ങോട്ടാ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓക്കെ. ബാലു, വേണ്ട, അതവിടെ ഇരുന്നോട്ടെ. സാർ, കോപ്പി എടുക്കട്ടെ? വേണ്ട, താനൊന്ന് ഒഴിച്ചോ. സാർ. എന്താടോ ഇനി പ്രോബ്ലം? സാർ, DGP ദേവൻ സാർ 2 തവണ വിളിച്ചിരുന്നു. സാറ് ഫോൺ എടുത്തില്ലായിരുന്നു. ഞാൻ ഡ്രൈവിംഗിലായിരുന്നു. പുതിയ സെർവൻ എങ്ങനെയുണ്ട് സാർ? ഇപ്പം വന്നല്ലേ ഉള്ളൂ, 2 ആഴ്ചയല്ലേ ഉള്ളൂ. നോക്കട്ടെ. താനൊരു സ്ത്രീയുടെ കാര്യം പറഞ്ഞില്ലേ, അവരെവിടെ പോയി? ഞാൻ സാറെ വിളിക്കാം സാർ. വേറൊന്നുമില്ലല്ലോ? ഇല്ല സാർ. എടാ ബാലു, നീ എന്ത് പുല്ലായി ചോദിച്ചിരിക്കുന്നത്? നീ ഭക്ഷണം എടുത്തേക്ക്. ഐ ആം സോറി സാർ. എടാ നീ ഒച്ച വെക്കണ്ട സാർ. ഈ പണത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത്. അത് 20 മിനിറ്റകം സാർ തിരിച്ചടാ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. സാറിന് ഓർമ്മയുണ്ടോ? ദാസ് എന്ന് പേരുള്ള ഒരു ടാക്സി ഡ്രൈവറെ, അയാളുടെ മകനാണ് ഞാൻ. എൻ്റെ അച്ഛൻ്റെ വണ്ടിയിൽ ലക്ഷങ്ങളുടെ കള്ളപ്പണവും
കഞ്ചാവും കടത്തിയ സന്ദീപ് മേനോനെ രക്ഷിക്കാൻ എന്റെ അപ്പന്റെ മേൽ കുറ്റം ചുമത്തിയപ്പോൾ തകർന്നത് എന്റെ കുടുംബമായിരുന്നു. 5 കിലോ കഞ്ചാവും 10 ലക്ഷം രൂപയും എന്റെ അച്ഛന്റെ തലയിലും ബാക്കി നിങ്ങളുടെ കീശയിലും. എന്നിട്ടും നിങ്ങൾ നിർത്തിയില്ല പണത്തിനോടുള്ള ആർത്തി. പിന്നീട് പോലീസിന്റെ ഭേദ്യമുറകൾക്കൊടുവിൽ സന്ദീപ് മേനോനെ രക്ഷിക്കാൻ ക്രിമിനൽ ലോയർ റീന സാജൻ, നിങ്ങളുടെ ഭാര്യ, വിധി കേട്ട് കോടതിയിൽ പിടഞ്ഞു വിടത് എന്റെ അച്ഛൻ. ആ അച്ഛന് വേണ്ടി പകരം ചോദിക്കാൻ വന്നവൻ. അവന്റെ മുമ്പിലാണ് സാറിപ്പ് നിൽക്കുന്നത്. എന്നെ കൊന്നിട്ട് ഈ പണം കൊണ്ട് ഇനി ഈ സിറ്റി വിടില്ലടാ. അത് സാറ് പറഞ്ഞത് ശരിയാ. അതിനു മുമ്പ് ഈ പണം എത്തേണ്ട കൈകളിൽ എത്തിയിരിക്കും. ഈ കളി മഹേന്ദ്രവർമ്മയ്ക്ക് വേണ്ടിയാണ്. ദ ഗെയിം ഈസ് ഓവർ. പ്രതാപ് സാർ, എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ഭംഗിയായി തീർത്തിരിക്കും. ഇതാ കൊടുത്തേക്ക്. എല്ലാം റെയിൽവേ ട്രാക്കിൽ കൊണ്ട് തട്ടടാ. ഓക്കെ സാർ. അമ്മ, ഞാൻ ഇറങ്ങുവാണേ. ഓ, എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവണ നീയ്? ഓ, പറഞ്ഞില്ലെങ്കിൽ പറയും പറയാണ്ട് പോയിന്ന്. വേഗം വന്നേക്കണം. അച്ഛനോട് പറഞ്ഞിരുന്നോ നീയ്? എന്താ അമ്മിമോളും ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ? പിന്നെന്താ? അതെ, ഇങ്ങനൊരു ഒഴിവ് കിട്ടുമ്പോ അല്ലേ അച്ഛാ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഒന്ന് പോവാൻ പറ്റാ. മതി മതി നിന്റെ സോപ്പ്. ചെല്ലി ചെല്ലി. പോട്ടെ അമ്മ. ഇതാ വന്നല്ലോ പ്രതാപേട്ടൻ. മോളെവിടെ പോണ്? ഒന്ന് ചുറ്റാൻ. ആ വായിരിക്ക്. കാശത്ര എറിയേണ്ടി വന്നു കാര്യങ്ങൾ തീർപ്പാക്കാൻ. ചുമ്മാ കിട്ടിയ കാശല്ലേ, കൂടുതൽ എറിഞ്ഞാലെന്താ? ഓ, താൻ ആ ബാലുവിനെ അതിന്റെ ഇടയിലിട്ട് നന്നായി. ഞാനില്ലെങ്കിലും അവരവനെ കൊടുക്കും. പക്ഷെ അതിനു വേണ്ടി അവന്റെ ആയുസ് നീട്ടിക്കൊടുത്ത ഞാനാ. എന്റെ അനിയനാണ് അവൻ ഞോണ്ടാൻ വന്നത്. താൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ. അതുകൊണ്ടെന്താ? 2 കേസും സേഫായില്ലേ? എവിടെ നിന്റെ അനിയൻ സന്ദീപ്? അവൻ സേഫാ. ഇതാ പത്രത്തിലുണ്ട്. മുൻ വൈരാഗ്യം പോലീസ് കമ്മീഷണറെ മദ്യത്തിൽ വിഷം കലർത്തി കൊന്നു. എന്നിട്ട് സ്വയം ജീവനൊടുക്കി. എന്നെങ്കിലും ഒരു പണി അവനെ ഒപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാ നിന്റെ അനിയനെതിരെ വന്നവനെ സാജൻ ജോസഫിന് നേരെ തിരിച്ചുവിട്ടത്. എന്തായാലും 2 അധ്യായവും നമ്മളവിടെ ക്ലോസ് ചെയ്തു. ആ അതെ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഓക്കെ, കഴിച്ചാലാ? വാ. എന്താണ് സാറേ മുഖം വീർത്തിരിക്കുന്നത്? മണിക്കൂർ 2 ഞാനിവിടെ. ക്ഷമി സാറേ, വരുന്ന വഴിക്ക് സുഷമയുടെ വീട്ടിലൊന്ന് കയറി, അതാ. അല്ലെങ്കിൽ നാളെ അച്ഛൻ്റെ മുമ്പിൽ സീനാവും. ഓ, അല്ലെങ്കിൽ പറയില്ല. ഇപ്പം അറിയില്ല, ഇനി അറിയായിരിക്കും. അല്ല, ഇന്നലെ പ്രദീപിന്റെ കൂടെ കണ്ടല്ലോ, എന്താ അവനുമായിട്ട്? എടി, ഞാൻ വർക്ക് ചെയ്യുന്ന ലാബിൻ്റെ ഓണർ അവൻ്റെ മാമനല്ലേ. ഞങ്ങൾ ഒരുമിച്ചാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. നിന്നോട് ഇത് എത്ര തവണ പറഞ്ഞു? നിനക്ക് നിന്റെ പപ്പയോട് പറഞ്ഞൂടെ? അങ്ങേര് യുകെയിൽ സെറ്റിൽഡ് ആണെന്നല്ലേ പറഞ്ഞേ? യുകെ. അമ്മ മരിച്ചപ്പോൾ പുള്ളിക്കാരനൊരു ലൈഫ് പാർട്ട്ണർ കിട്ടി. അതാണ് സെറ്റിൽഡ്. ഇടയ്ക്ക് വിളിക്കും, കാശ് വല്ലതും വേണമെന്ന് ചോദിച്ചു. ആർക്ക് വേണം അയാളുടെ കാശ്? രശ്മി മോളല്ലേ? അതെ, കൂടെ ഒരു പയ്യനുണ്ടല്ലോ.
നമ്മൾക്ക് ഇവിടെ തന്നെ ധാരാളം. അപ്പോൾ ഇവിടെ നിനക്കിപ്പോൾ ആരാ ഉള്ളത്? എനിക്കിപ്പോൾ നീയില്ല. ഉണ്ടോ? അല്ലടോ, തൻ്റെ പാർട്ട്ണറോടെ സുബേർ അദ്ദേഹം അങ്ങ് മംഗലാപുരത്താ. പുതിയ വല്ല ഉടായ്പും ചെയ്ത് കാണുമോ? ആ, ആർക്കറിയാം. എന്താണ് നഗരപിതാവ് സൈമൺ പാറക്കാട് ഇങ്ങോട്ട്? നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അങ്ങനെ കൊണ്ടുവന്ന. എന്തു പറയുന്നു നിങ്ങളുടെ മിനിസ്റ്റർ? കാര്യങ്ങളെല്ലാം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്താടോ പിന്നൊരു പക്ഷേ? എടോ, ഈ സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നതിൻ്റെ ഗുണം തനിക്കും അങ്ങേർക്കും തന്നെയല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ഒതുക്ക് നടക്കുന്നുണ്ട്. എവിടുന്നാണെന്ന് വ്യക്തമല്ല. ഇനി ആ മാധവൻ തമ്പി വല്ലതും ഒപ്പിച്ചു? ഒപ്പിക്കട്ടടോ, തനിക്കത് പേടിയുണ്ടോ? എന്നാലും അങ്ങനെയല്ലല്ലോ പ്രതാപ. ഹലോ, അങ്ങനെ മക്കളെ ചായ കുറിച്ചെടുക്കട്ടെ. ശരി, ഓക്കെ ഓക്കെ. ഷാജ വിളിച്ചത്. രശ്മി മോളെ കൂടെയുള്ള പയ്യന്റെ കാര്യമാണ്. നമ്മളെ സിറ്റി ലാബിൽ വർക്ക് ചെയ്യുന്ന പയ്യനാ. സൈമൺ സാറേ, അത് വിട്ടേക്ക്. അത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ആ, നിങ്ങൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല തമ്പി സാറേ കാര്യങ്ങൾ. സാജൻ സാറിന്റെ അനുഭവം അറിയാലോ. എനിക്കുറപ്പാണ് ഇത് അവന്മാരുടെ പണിയാ. താൻ എന്താ അതും പറഞ്ഞിനെ പേടിപ്പിക്കുകയാണ്? ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ആ മേയർ സൈമണും അവരുടെ കൂടെയാ. ഇതിനോടൊക്കെ കാര്യങ്ങൾ അവർക്ക് പിടികിട്ടി കാണും. എന്തുണ്ടായിട്ടും കാര്യമില്ല. ഉള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതിന് പറ്റിയ ഒരാള് വരുന്നുണ്ട്. ആര്? നമ്മളെക്കാൾ അത്യാവശ്യമുള്ള ഒരാളാ. ഇതാ എത്തിയിട്ടുണ്ട്. വരണം മാഡം. എന്താ തമ്പി സാറേ, നല്ല സന്തോഷത്തിലാണല്ലോ. ആ, ചെറിയ സന്തോഷത്തിലാണ്. അതുകൊണ്ടൊന്നും അവനൊന്നും സംഭവിക്കില്ല. അവൻ ഇല്ലാതാവണം. നഷ്ടങ്ങൾ കൺമുന്നിൽ കണ്ടുകൊണ്ടില്ലാതാവണം. അതിന് തമ്പി സാർ എന്നെ സഹായിക്കണം. അതത്ര എളുപ്പമല്ല മാഡം. അതെനിക്കറിയാം. എന്നാലും എന്ത് സഹായത്തിനും ഞാൻ കൂടെ നിൽക്കാം. ഒരു അന്വേഷണത്തിന് പിറകെ പോവാനൊന്നും എനിക്ക് താല്പര്യമില്ല. ആ, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു വാർത്തയ്ക്കായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. സുനന്ദേ, സുനന്ദേ, ഇതാ വരുന്നു. അവളെവിടെ രശ്മി? അവള് പുറത്തേക്ക് പോയല്ലോ. എന്തേ? ഏതാ അവളുടെ കൂടെ ഒരു പയ്യൻ? പുറത്തേക്കെന്ന് പറഞ്ഞുള്ള ഈ പോക്ക് അവന്റെ കൂടെ ചുറ്റാനാ? എനിക്ക് എങ്ങനെ അറിയാനാ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതിന് നിനക്കെവിടെ സമയം? എന്താ ഇവിടെ ഒരു തർക്കം? രശ്മിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അതിനിപ്പോ എന്താ ഇവിടെ ഉണ്ടായി? അവൾ വേണ്ടാത്തിനൊന്നും പോയി ചാടില്ലല്ലോ. അങ്ങനെയായാൽ നന്ന്. ആളും തരവും നോക്കാതെ പ്രേമമാണ് കോപ്പാണെന്നും പറഞ്ഞ് അവന്റെ കൂടെ ചുറ്റണ്ടെന്ന് പറഞ്ഞേക്ക്. എന്താ മോളെ, രശ്മി മോൾക്ക് വല്ല? എനിക്കറിയില്ല ശങ്കരേട്ട, എന്തൊക്കെയാണാവോ. ഈശ്വര. എവിടെ പ്രതാപൻ? ദാ അവിടെ ഫോണിലാണ്. ആ, ആ, ആ. അല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. ആ, നമ്മുടെ സുബൈർ മിസ്സിംഗാ ഇന്നലെ മുതൽ. മനസ്സിലായില്ല. പ്രതാപ് സാറും ഗൗഡയും തമ്മിലുള്ള ഡീലിങ്സിന്റെ അഡ്വാൻസുമായി ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് പോകുന്നതാണ്. ഇതുവരെ ഒരു കോണ്ടാക്റ്റും ഇല്ല. പൈസ എത്ര ഉണ്ട്? ഒരു 50 കാണും.
അവൻ തനിച്ചാണോ പോയത്? അതെ, ഇതിനു മുമ്പും അവൻ അങ്ങനെ പോവാറുണ്ട്. മഹി, ആ, എന്തായി കാര്യങ്ങൾ? അവരറിയുന്നവർക്കൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ അവൻ നമ്മുടെ സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മുടെ റേഞ്ചിൽ തന്നെ കാണും. ഹലോ, ആ സജി പറയടാ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. PC സജിയാ വിളിച്ചത്. സുബൈറിന്റെ വണ്ടിയെ മേയറുടെ വണ്ടി വട്ടം വെച്ചിരുന്നു എന്ന്. ആര്? നമ്മുടെ സൈമണോ? അപ്പൊ മേയർ മറുകണ്ഠം ചാടി നടത്തും. കേരള കാശ് ഇവിടെ വെക്കുന്നത് അത്ര സേഫ് അല്ല. ദേ കിരണെ, നിന്നെ വിശ്വസിച്ചാണ് തമ്പിസാറുമായി ഞാൻ കൈ കൊടുത്തത്. സുബൈർ നാളത്തെ പകല് കണ്ടാൽ പിന്നെ കഴിഞ്ഞ കാര്യങ്ങൾ. അതിനെപ്പറ്റി മേയർ പേടിക്കണ്ട. ആ തമ്പി സാറിങ് വന്നോട്ടെ, അതുവരെയുള്ള അവന് സമയം. അത് മതി, ഇല്ലെങ്കിൽ കളി മാറും. അതേടാ, കളി ഞാൻ മാറ്റിത്തരാം. മഹേ, ഞാൻ എന്നെ ഒന്നും ചെയ്യരുത്. ചെയ്യണ്ടെങ്കിൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ രണ്ടിന് ചീട്ട് ഞാൻ കേറും. കാശ് അവിടാ. എന്താ അത് പോയി എടുത്തു വാ. നാരികളെ, 10 കാശ് കിട്ടുമെന്ന് കണ്ടപ്പോ കൂടെ നിന്നിട്ട് പണി തന്നല്ലേ. പ്രതാപ, നീ ചെല്ല്, അവനെ വിളിച്ചോ. തമ്പിക്ക് വേണ്ടിയുള്ള കളിയാണിതെന്നറിയാം. ഈ മഹേന്ദ്രനിട്ട് പണിയാനായിരുന്നെങ്കിൽ ഈ ബുദ്ധി നിനക്ക് പോരടാ സേന. വേറെ പ്രതാപട്ട, മൊത്തം ക്യാഷും പോയി. സാരല്ലടാ, ആ കാശൊക്കെ ഇടിക്കണേ. വാ. അല്ല, എങ്ങോട്ടാ മോളെ? കുട്ടിയുടെ മേലൊരു കണ്ണ് വേണമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നു. എന്നാ ശങ്കരേട്ടന്റെ ബാക്കിൽ കയറിക്കോ. വേണ്ട വേണ്ട, എന്നിട്ട് വേണം എന്റെ നടുപടിയാൻ. അതെ, പോകുന്നതൊക്കെ കൊള്ളാം, വേഗം ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കണം. അതൊക്കെ ഇപ്പൊ എങ്ങനെയാ പറയാ സുനന്ദാമ്മേ? ഇച്ചിരി കൂടുണ്ട് നിനക്ക്, അച്ഛനറിയണ്ട. ഇനി എന്തൊക്കെ കള്ളങ്ങൾ പറയേണ്ടി വരും ഞാൻ. അതിന് എന്റെ അമ്മ മിടിക്കല്ലേ? അതെ അതെ. രശ്മി, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ എങ്ങോട്ടില്ലാവട്ടെ. നീ എന്തേ കാണിച്ചേ? വണ്ടി മാറ്റ്. അതൊക്കെ മാറ്റി തരാം. നിനക്കിപ്പോ പുതിയൊരു കാമുകനുണ്ടെന്ന് കേട്ടു. കേട്ടോ? എങ്കിൽ ശരിയായിരിക്കും. അതെങ്ങനെ ശരിയാവും? നീ എനിക്കുള്ളതാണെന്ന് എന്റെ ഏട്ടനും നിന്റെ അച്ഛനും പറഞ്ഞു വെച്ചതാണല്ലോ. അതെയോ? അതൊരു പുതിയ അറിവാണല്ലോ. രശ്മി, നീ എന്നെ കളിയാക്കണോ? അത് മനസ്സിലായെങ്കിൽ വഴിന്ന് മാറ്. എടി, നീ എന്നെ വലിപ്പിച്ചിട്ട് അവന്റെ കൂടെ പോണത് എനിക്കൊന്ന് കാണണം. ഇപ്പൊ നീ പോയിക്കോ. വാടാ. തമ്പി സാറൊന്ന് ഇറങ്ങിക്കേ. എന്താടാ മഹി? എന്താന്നോ, കഴിഞ്ഞ ദിവസം താൻ ഞങ്ങൾക്ക് ഇട്ടൊന്നും ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ കളിയിൽ ജയം നിങ്ങൾക്കല്ലേ? ജയം തോൽവിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്കിപ്പോ ഒരു പുതിയ പാർട്ട്ണറെ കിട്ടിയെന്ന് കേട്ടല്ലോ. ഈ പട്ടണത്തിന്റെ ചരടുവലിക്കാരൻ മഹീന്ദ്രവർമ്മയ്ക്ക് ഒരു പിഴവ് പറ്റി. കമ്മീഷണർ സാജൻ ജോസഫിനെ തീർക്കാൻ നിങ്ങൾ കളിച്ച കളി, ഇതിന്റെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് തനിക്ക് ഊഹിക്കാൻ കഴിയില്ല മഹീന്ദ്ര. പോട്ടെ പോട്ടെ പോട്ടെ. എനിക്കിട്ട് കളിച്ച സാജൻ ജോസഫിനെ ചെറുവിരൽ കൊണ്ട് പോലും നോവിക്കാതെ തീർത്തവനാ ഞാൻ, ഈ മഹേന്ദ്രൻ.
അത് നിന്റെ ഓർമ്മയിലിരുന്നോട്ടെ. വാടാ. ഡാ അവിടെ നിന്നേ. എന്താ നിന്റെ ഉദ്ദേശം? ഇന്നലെ എന്തായിരുന്നു രശ്മിയുമായി റോട്ടിൽ വെച്ച്? ഓ, ഇവിടെ എത്തിയോ പരാതി? എടാ, പെൺകുട്ടികളോട് അല്പം മര്യാദയോട് കൂടി സംസാരിക്കുക. എന്തിനു മര്യാദ? നിങ്ങൾ എല്ലാരും കൂടിയല്ലേ പറഞ്ഞത് അവൾ എനിക്കുള്ളതാണെന്ന്? എന്നിട്ടിപ്പോ അവള് വേറൊരുത്തന്റെ കൂടെ ചുറ്റനെ കണ്ട എനിക്ക് ചോദിച്ചൂടെ? എടാ, ചോദിക്കാം, പക്ഷേ അതിങ്ങനെയാണോ? എടാ, പെൺകുട്ടിയുടെ സ്നേഹം കിട്ടണമെങ്കിൽ കുറച്ച് സൗമ്യമായി സംസാരിക്കണം. ആരോട് പറയാൻ? ഇങ്ങനെ കലിതുള്ളി നടന്നാൽ അവളെന്നല്ല ഒരു പെൺകുട്ടി നിന്നെ അംഗീകരിക്കില്ല. എന്താ സാറേ, എന്താ പറ്റി? ഞങ്ങൾ നോക്കണോ? ചെറിയൊരു മിസ്സിങ്. ആ, ഇത് ചെറിയ മിസ്സിങ് ഒന്നല്ലല്ലോ സാറേ. അടക്കടാ. മാറിയടാ. രശ്മിയുടെ അച്ഛനല്ലത്? അതെ, ഇറങ്ങടാ. സാർ ഒന്നുമില്ല, ഹോസ്പിറ്റലിൽ പോകാം. വാ. അല്ല സാറേ, കേസൊന്നും വേണ്ടെന്ന് മഹി പറയണത്. ആ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ആ, ഓക്കെ സാർ. ആരാടാ? SP-യാ. ഇത്രയൊക്കെ ചെയ്യാൻ മാത്രം അയാളെ നിങ്ങൾ എന്താ ചെയ്തേ? ചിലതൊക്കെ അങ്ങനെയാടോ. ഇതൊന്നും കണക്ക് നോക്കിയിട്ടല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലതൊക്കെ തിരിച്ചു കിട്ടും. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ആളുകളെ ശത്രുക്കളാക്കിയിട്ടുള്ള പരിപാടി നിർത്താൻ. സംഗതി പുറത്തുനിന്നുള്ള കൊട്ടേഷനാ. തമ്പിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അതിന്റെ പുറകെ പോണ്ട. എന്തായാലും ആ കുട്ടികൾ കൃത്യസമയത്തിന് എത്തിയത് ഭാഗ്യം. ആരോട് പറയാനാ ശങ്കരേട്ടാ? ഇനി പറഞ്ഞാൽ തന്നെ ആര് കേൾക്കാൻ? എന്നാൽ ഇത് പര ചെയ്യിച്ചേ. ആരായാലും അവരൊന്നും വിചാരിച്ചാൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. അത് അത്രയ്ക്കൊന്നുമില്ല മേറെ. ഏതോ പിള്ളേരെ ഇടയ്ക്ക് വന്ന് ചാടിയില്ലായിരുന്നുവെങ്കിൽ നമ്മളൊരു റീത്തുമായി പോകേണ്ടി വന്നേ. ഇത് മേഡറിയോ?
ഇത് നമ്മൾ ചെയ്യിപ്പിച്ചതാണെന്നായിരിക്കും അവർ കരുതിയിട്ടുണ്ടാവുക. അത്രയ്ക്ക് വിഡ്ഢിയല്ലടോ മഹീന്ദ്രൻ. പണിയുടെ തരമറിഞ്ഞ് ആളെ കണ്ടുപിടിക്കാൻ കഴിവുള്ളവനാവൻ. ഏതായാലും ഇനിയുള്ള കളികൾ നമുക്ക് ഗാലറിയിൽ ഇരുന്ന് കാണാം. ഞാൻ പിന്നെ വിളിക്കാം. ആ പയ്യനായിരിക്കും ഫോണിലല്ലേ? അത് നമുക്ക് പറ്റിയ ബന്ധമാണെന്ന് ഉറപ്പുണ്ടോ നിനക്ക്? നീ ആരെ തിരഞ്ഞെടുത്താലും അച്ഛന് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ മകൾക്ക് തെറ്റ് പറ്റരുത്. അച്ഛാ, അവൻ നല്ലവനാ. അവന് അമ്മയില്ല. അവൻ വേണ്ട വേണ്ട, എല്ലാം എനിക്കറിയാം. ഇത് നിന്റെ തീരുമാനമാണ്. ഇത് തന്നെ നടക്കട്ടെ. അവൻ അവൻ്റെ അച്ഛനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഉവ്വ്. എന്നിട്ട് പപ്പ വരില്ല, എല്ലാം അവന്റെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് പറഞ്ഞു. എങ്കിൽ അവനോട് അവൻ്റെ അച്ഛനുമായി സംസാരിച്ചിട്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്താൻ പറ. അച്ഛാ, അപ്പോൾ നിന്റെ അച്ഛൻ ഇപ്പോൾ നമ്മുടെ ട്രാക്കിൽ വന്നു അല്ലേ? അതെ. നിന്നെ ഇപ്പം അച്ഛന് വലിയ ഇഷ്ടമാണ്. എല്ലാവരും പറയുന്നത് നീ ഉള്ളതുകൊണ്ട് അച്ഛന് ജീവൻ തിരിച്ചു കിട്ടിയെന്നാ. അങ്ങനെയെങ്കിലും എന്നെ മനസ്സിലായല്ലോ നിന്റെ അച്ഛന്. ഞാൻ ഇപ്പോൾ വരാം അച്ഛാ. ഞാൻ പിന്നെ വരാട്ടാ, കുറച്ച് തിരക്കുണ്ട്. ആ, ജ്യൂസ് മതി. അബിക്കുള്ള കൂട്ട് വന്നല്ലോ, എന്നാ ഞാൻ വരട്ടെ. ഓക്കെ ബൈ. നിന്റെ ഉദ്ദേശം എന്താ? എനിക്ക് മനസ്സിലാവണില്ല. അതെല്ലാം നീ വഴിയേ അറിയും. അല്ല, ഇതിപ്പോൾ സീരിയസ് ആയോ? ആവാനും ആവാതിരിക്കാനും വഴിയുണ്ട്. എന്തു പറയുന്നു നിന്റെ ചേച്ചി? അയാളെ രക്ഷപ്പെടുത്തിയതിന്? അതെല്ലാം ഈ കളിയുടെ ഒരു ഭാഗമല്ലേ? എന്നാലും ചേച്ചി എന്താവും ഉദ്ദേശിക്കുന്നത്? നീ ഇവിടെ കല്യാണം കഴിക്കുന്നതിലൂടെ എന്ത് റിവെഞ്ചാണ് ഉദ്ദേശിക്കുന്നത്? അതെല്ലാം അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. തൽക്കാലം ഇപ്പോൾ അവളുടെ കൂടെ നിന്നു കൊടുക്കുന്നു. അങ്ങനെ പ്രണയിച്ച് സ്വന്തം ഇഷ്ടത്തിന് കൂടെ ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും എതിർത്തു. അന്യമതമാണെന്ന് പറഞ്ഞ്. അന്നും ഞാൻ അവളുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഇന്നും അങ്ങനെ തന്നെ. എന്നാലും സൂക്ഷിക്കണം. അവരൊന്നും ചില്ലറക്കാരല്ല. നോക്കാം. മഹി എവിടെ? മഹി അകത്തുണ്ടല്ലോ. മഹി എന്താ 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 നന്ദ, എന്താടാ എവിടെ? 2 ദിവസമായാലോ കണ്ടിട്ട്. പ്രതാപൻ എവിടെ പോയി? അവൻ പോയടാ. കൊന്നു കളഞ്ഞല്ലോടാ. എന്താടാ പറയുന്നത്? എങ്ങനെ? ആരടാ ചെയ്തു? അറിയില്ല. റെയിൽവേ ട്രാക്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. നീ വിഷമിക്കണ്ട. പോലീസുകാർ കണ്ടെത്തിയില്ലെങ്കിലും നമ്മൾ കണ്ടെത്തും. ഞങ്ങൾ ഇറങ്ങട്ടെ. മഹേട്ടാ, ആ, ഒന്ന് വന്നേ. ഇതിപ്പോ കാര്യങ്ങൾ വളഞ്ഞ വഴിക്കാണല്ലോ പോകുന്നത്. ആദ്യം മഹീന്ദ്രൻ, ഇപ്പതേ പ്രതാപൻ. എന്നാലും നമ്മളറിയാതെ ആരാ ഇതൊക്കെ ഒപ്പിക്കുന്നത്? ഇതോടെ അവന്റെ പത്തി മടങ്ങിയിട്ടുണ്ടാവും. മുമ്പ് എപ്പോഴെങ്കിലും അവർ നോവിച്ചുവിട്ട സർപ്പമാകും അവനെ തിരിഞ്ഞു കൊത്തിയത്. എന്നാലും ഒരു ശത്രുവായില്ലാതെ. അതെ, ചുരുങ്ങിയ കാലം കൊണ്ട് പ്രതാപൻ നോവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതേടാ.
നോവിക്കാതെ വെറുതെ വിട്ട് നിന്നെയൊക്കെ തന്നെയല്ലേ? സത്യം പറ, നീയൊക്കെ തന്നെയല്ലേ അവനെ? മഹിയായിരുത്, ഞങ്ങളല്ല അവനെ. പിന്നെ ആരടാ അവനെ? മഹി പറയുന്നത് കേൾക്ക്, ഞങ്ങൾ അവനെ ഒന്നും ചെയ്തിട്ടില്ല. അതെ മഹീന്ദ്ര, ഞങ്ങളല്ല അവനെ. വേണ്ട, ഇനി കൂടുതൽ വിസ്തരിക്കണ്ട. നീയൊക്കെ ഇതിന്റെ പുറകിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ ഒന്നും കൂടി വരും. ഓർത്തു. മഹി, ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്താ കാര്യം? ആരായാലും പോലീസ് അന്വേഷിക്കട്ടെ. എന്നാലും ഞാനുണ്ടായിട്ട് അവനെ. അച്ഛാ, അബി വിളിച്ചിരുന്നു. ആ അവന്റെ അച്ഛന്റെ സഹോദരി വന്നിട്ടുണ്ട്. ആ ആ ഒന്ന് കാണാൻ ചെല്ലാൻ പോന്ന്. ആ. അവർക്ക് നടക്കാൻ കഴിയില്ല, വീൽ ചെയറിലാ. എവിടെ? അവനൊരു പുതിയ വീട് മാറിയിട്ടുണ്ട്, ഹൈവേക്കടുത്താ. വരാമെന്ന് പറഞ്ഞേക്ക്. അവനോട് ലൊക്കേഷൻ ഒന്ന് അയക്കാൻ പറ. ശരി. മോള് പോകുന്നുണ്ടോ? വേണ്ട, ഞാൻ പോയിട്ട് വരാം. വരൂ അച്ഛാ. ഇരിക്കും. ആ ആ ഇതിപ്പോ വീട് വാങ്ങിയതാ, പക്ഷെ ഇടപാടൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതാരാ? ഇതെന്റെ സുഹൃത്താ, സുദേവ്. സാർ ജ്യൂസ് കുടിക്കും. ആ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ, ചേച്ചിയാ. ചേച്ചി, എന്താ മഹേന്ദ്രൻ സാറേ, സുഖം തന്നെയല്ലേ? അബി, അവനെ വിളിക്കണ്ട, അവൻ എൻ്റെ അനിയനാ. തൻ്റെ മകളും ഇവനും തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കാനല്ലേ താനിവിടെ വന്നത്? അത് നടക്കും, പക്ഷേ അത് കാണാൻ താനുണ്ടാവില്ലല്ലോ. അപ്പൊ പണിയായിരുന്നു അല്ലേ മക്കളെ? പിന്നെ താനെന്ത് വിചാരിച്ചു? തന്നെ ചുമ്മാ ഇവിടെ വന്നു? തന്നെ വേണമെങ്കിൽ എനിക്ക് അന്നേ തീർക്കാമായിരുന്നു. ആ രാത്രി ഞാനത് ചെയ്യാതിരുന്നത് ഇതാ ഈ പയ്യന് വേണ്ടിയാ. നിന്റെ ഉപയോഗം കഴിഞ്ഞ് നീ കൊന്നു തള്ളിയത് എൻ്റെ ഏട്ടനെ. നിങ്ങളുടെ സ്വന്തം പ്രതാപനെയും തീർത്തത് ഈ ഞാനാണ്. കമ്മീഷണർ സാജൻ ജോസഫിന്റെ മരണത്തിന് പിന്നിൽ തെളിവ് നശിപ്പിക്കാൻ താൻ അയച്ചവനെ പ്രതാപം കൊന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളിയില്ലേ? അതിനു പകരമായി അവനെയും ഞാൻ കൊന്നു തള്ളി. ഇപ്പോ താനും മരിക്കാൻ പോവാ. അതിനു വേണ്ട മരുന്ന് താൻ കുടിച്ചു കഴിഞ്ഞു. തനിക്കിപ്പോ തന്നെ രക്ഷിക്കാൻ ഞാൻ 10 മിനിറ്റ് സമയം തരാം.
കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് കരുതി സമാധാനിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും രശ്മി? ബി പ്രാക്ടിക്കൽ. അബിക്കറിയാഞ്ഞിട്ടാ അച്ഛന് ഞാനെന്ന് വെച്ച ജീവനാ. കുറഞ്ഞ സമയം കൊണ്ട് അച്ഛൻ ധാരാളം ശത്രുക്കളെ സമ്പാദിച്ചിട്ടുണ്ട്. അതിന് ചിലപ്പോൾ പല കാരണങ്ങളും കാണും. പക്ഷേ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോഴാണ്. അതെല്ലാം ശരിയാവും. എല്ലാം പെട്ടെന്നുണ്ടായ ഷോക്കിൻ്റെ ആവും. പ്രതാപേട്ടനെയും അച്ഛനെയും ആരൊക്കെയോ കരുതിക്കുട്ടി ചെയ്തതാണെന്നാണ് അമ്മ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ പുറകെ പോകാൻ പറ്റൂ? പോയാൽ തന്നെ എല്ലാ തെളിവുകളും അവർ നശിപ്പിച്ച് കാണും. നമ്മുടെ വിവാഹം അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. അതിനെന്താ, അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കും. നീയാണ് എനിക്കിപ്പോൾ എല്ലാം. നീ എന്നെ തനിച്ചാക്കി പോയാൽ? ഇല്ല, അങ്ങനെ എനിക്ക് പോകേണ്ടി വന്നാൽ ഒരിക്കൽ നിൻ്റെ മുന്നിൽ വരാൻ കഴിയാത്തിടത്തേക്ക് ഞാൻ പോയിരിക്കും. അബി, ആ ശങ്കരേട്ടാ, ആ ചേച്ചിയില്ലേ? അകത്തുണ്ട്, ഒരേ ഇരിപ്പാ. മോനിപ്പോ വിളിച്ചാ? ഇല്ല, എനിക്ക് രശ്മിയെ ഒന്ന് കാണണം. നാളെ ക്ഷേത്രത്തിൽ വെച്ച് അഭിലാഷുമായുള്ള അവളുടെ വിവാഹം. അതെ, മഹിയുടെ അവളുടെ ആഗ്രഹമായിരുന്നല്ലോ. അത് പറഞ്ഞു വരുമ്പോഴല്ലേ സംഭവിച്ചു. ആ അതറിയാം. മോൻ ചെല്ലേ, അവളകത്തുണ്ട്. ആ രശ്മി. ആ സന്ദീപേട്ടനോ? എന്താ? നാളെയല്ലേ വിവാഹം? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്ന. അന്ന് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. നീ അതൊന്നും മനസ്സിൽ വെക്കരുത്. അതൊന്നും സാരില്ല. ആ ചേരേണ്ടവരെ ചേരൂ. നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ആ ഇഷ്ടം കൊണ്ടാണ് വന്നത്. എന്താടാ ബി, നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ഡാ, നീ കരഞ്ഞോ? എന്തു പറ്റി? നമ്മളിപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ നമ്മളെല്ലാം കാത്തിരുന്നത്? നമ്മളല്ല, നീ. നിനക്കല്ലേ സന്തോഷം? നീയല്ലേ ചെയ്തതും ചെയ്യിപ്പിച്ചതും. നിന്റെ പ്രതികാരം, അതിന് നീ എന്നെ കരുവാക്കി. ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കൂ? ഇല്ലാത്ത കഥയുണ്ടാക്കി. എടാ, നീ അതിനവളെ. അതെ, നിന്നെ പോലെ എനിക്ക് അവളുടെ പ്രതികാരമൊന്നുമില്ലല്ലോ. ഇല്ലായിരിക്കാം, പക്ഷേ എന്നെങ്കിലും ഇത് പുറത്തറിഞ്ഞാ അവള് നിന്നെ സ്വീകരിക്കോ? അതിന് ഞാനാണോ ജ്യൂസ് വിഷം കളിക്കിയത്? നീയല്ലേ? നിന്റെ ആവശ്യം കഴിഞ്ഞു. പിന്നെ എന്റെ അച്ഛനെ കൊന്നവരെ ഞാൻ വെറുതെ വിടണമായിരുന്നോ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അവളെ വേണം. ഇന്നലെ അവളെ കണ്ടപ്പോൾ എല്ലാം തുറന്നു പറയാതിരുന്നത് നിന്നെ ഓർത്തിട്ടാ. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഞാനും കൂടിയാണ്. ഞാൻ അവളെ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും നിന്നോടുള്ള ഇഷ്ടക്കൂടുതലും ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അവളെ. നീ പറഞ്ഞത് ശരിയാ. ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. നീ പറ, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അതുപോലെ ചെയ്യാം. എല്ലാം ഏറ്റുപറഞ്ഞ് ജയിലിൽ പോവാനാണ് നീ പറയുന്നതെങ്കിൽ ഞാൻ പോവാം. ഹലോ. ഹലോ, എന്താ രശ്മി? എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇപ്പോഴോ? നാളെ മുതൽ ഞാൻ നിന്റെ കൂടെ തന്നെ അല്ലേ രശ്മി? അതല്ല, കണ്ടേ പറ്റൂ. എവിടെ? നമ്മൾ ആദ്യമായി ഒരുമിച്ചിരുന്ന് അവിടേക്ക് വരാം. ഓക്കെ.
എന്താടോ ഇവിടെ? ഇവിടെയല്ലേ നമ്മൾ ആദ്യമായിട്ട് ഒത്തിരി സമയം ചെലവഴിച്ചത്? തനിക്കെന്താടോ വല്ലാത്തൊരു ടെൻഷൻ? അച്ഛനില്ല എന്നുള്ളതുകൊണ്ടാണോ? അതെ, എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത് ആരാണ്? അതൊരു ആക്സിഡന്റ് ആയിരുന്നല്ലോ രശ്മി. ആണോ? അപ്പൊ ഇതെന്താ? നീ ഇതൊന്ന് കണ്ടു നോക്ക്. എൻ്റെ സുഹൃത്ത് തന്നതാ. അവനെന്ന് അബിയുടെ വീട്ടിൽ പുറത്ത് ജോലിക്കുണ്ടായിരുന്നു. അപ്പോൾ നീ എല്ലാം അറിഞ്ഞു അല്ലേ രശ്മി? നീ അറിഞ്ഞതൊന്നും സത്യമല്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്താടാ ബി, ഒന്നും ആരും കണ്ടുപിടിക്കില്ല എന്ന് കരുതിയല്ലേ? കഴിവേറി മോനെ, എല്ലാരെയും ഇല്ലാതാക്കിയിട്ട് മഹീന്ദ്രന്റെ കുടുംബത്തിൽ കയറി പൊറുക്കാമെന്ന് കരുതിയല്ലേ? മോളെ, തീർത്തേക്ക് ആ നായിന്റെ മോനെ. രശ്മി വേണ്ട. പിന്നെ എൻ്റെ അച്ഛനെ കൊന്ന് നിന്റെ കൂടെ ഞാൻ ജീവിക്കണോ? കണക്കുകൾ തീർക്കാൻ ഇനി നിന്റെ പിറകെ ഒരാളും വരരുത്. ഞാൻ മഹീന്ദ്രന്റെ രക്തത്തിൽ പിറന്ന മകളാ. മോള് പൊയ്ക്കോ. ഈ കണക്ക് മഹീന്ദ്രനും പ്രതാപനും വേണ്ടി ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതേ മോളെ, ഇത്രയെങ്കിലും നിന്റെ അച്ഛനു വേണ്ടി ഞങ്ങൾ ചെയ്യണ്ടേ? ഇല്ല രശ്മി, അങ്ങനെ ഞാൻ പോകേണ്ടി വന്ന ഒരിക്കലും നിന്റെ മുന്നിൽ വരാൻ കഴിയാത്തിടത്തേക്ക് ഞാൻ പോയിരിക്കും.